പ്രോബബിലിറ്റിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ഫോർമുല പഠിച്ചു. നമ്മൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: 10 cards numbered 1 to 10 are placed in a box mixed and 1 card is drawn. 1 മുതൽ 10 വരെ നമ്പർ ചെയ്ത 10 കാർഡുകൾ ഒരു ബോക്സിൽ വെച്ചിരിക്കുക. പ്ലേസ്ഡ് ഇൻ എ ബോക്സ് മിക്സ്ഡ് ആൻഡ് 1 കാർഡ് ഈസ് ഡ്രോൺ. എന്നിട്ട് ഒരു കാർഡ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. ആ എടുത്ത കാർഡ് 3യിൽ കൂടുതലാണെന്ന് അറിയാം, അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? അങ്ങനെയാണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ത്? നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയെക്കുറിച്ച് പഠിച്ചത് എഫ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഒക്കർ ചെയ്തിരിക്കുന്നു എങ്കിൽ ഇയുടെ പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത്, പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഒക്കർ ചെയ്തു കഴിഞ്ഞു എങ്കിൽ ഇയുടെ പ്രോബബിലിറ്റി എന്നാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു കാർഡ് സെലക്ട് ചെയ്തതായി പറയുന്നു. 1 മുതൽ 10 വരെ നമ്പർ ചെയ്ത കാർഡുകളിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്തെന്നും എന്നിട്ട് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. ആ എടുത്ത കാർഡ് മോർ ദാൻ 3 ആണ്, 3യിൽ കൂടുതലാണ്. അപ്പോൾ ഒരു ഇവൻ്റ് സംഭവിച്ചിരിക്കുക. കാർഡ് എടുത്തു, അത് 3യിൽ കൂടുതലാണ് എന്ന് പറയുന്ന ഒരു ഇവൻ്റ് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? അങ്ങനെയാണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് സാമ്പിൾ സ്പേസ് ആദ്യം എഴുതാം. 1 മുതൽ 10 വരെയുള്ള നമ്പർ ചെയ്ത കാർഡുകളാണ്. ഇപ്പോൾ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം സംഭവിച്ചതായി പറയുന്നത് എന്താണ്? കാർഡ് എടുത്തെന്നും അത് മോർ ദാൻ 3 ആണെന്നും പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ഇവൻറ്റിനെ ഈ ഡിനോട്ട് ചെയ്യാം. ചോദിച്ചിരിക്കുന്നത് അതൊരു ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, ആ ഇവൻറ്റിനെ നമുക്ക് എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. എടുത്ത കാർഡ് 3യിൽ കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഇയിൽ മോർ ദാൻ 3 ആണ്. അപ്പോൾ 4 5 6 7 8 9 10 വരും. എഫ് ബി ദ ഇവൻ്റ് കാർഡ് ഡ്രോൺ ഈസ് ഈവൻ. അതിലെന്തെല്ലാം വരും? 2 4 6 8 10 വരും. ഈ ഇൻ്റർസെക്ഷൻ എഫ് കൂടി നമുക്ക് അങ്ങ് എഴുതിയേക്കാം. ഇയിലും എഫിലും കോമൺ ആയിട്ടുള്ളത് 4 6 8 10. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയുടെയും എഫിൻ്റെയും ഈ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ ഒക്കെ പ്രോബബിലിറ്റി എഴുതാൻ പറ്റും. എന്താ ഇയുടെ പ്രോബബിലിറ്റി? എസിലാകെ 10 ഔട്ട്കംസ് ഉള്ളത്. ഇയിൽ എത്ര എണ്ണം ഉള്ളത്? ഒന്ന് എണ്ണി നോക്കിക്കേ. 7 എണ്ണമുണ്ട്. എഫിൽ എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. ഈ ഇൻ്റർസെക്ഷൻ എഫിൽ 4 എണ്ണമുണ്ട്. അപ്പോൾ ഇയുടെ പ്രോബബിലിറ്റി ആകെ 10 എണ്ണം, അതിൽ 7 എണ്ണമാണ് ഇയിലുള്ളത്. പി ഓഫ് ഇ 7/10. എഫിലോ 5 എണ്ണമുണ്ട്. പി ഓഫ് എഫ് 5/10. ഈ ഇൻ്റർസെക്ഷൻ എഫ് 4 എണ്ണമുണ്ട്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് 4/10. ഇവിടെ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡ്രോൺ കാർഡ് ഈസ് മോർ ദാൻ 3. എടുത്ത കാർഡ് 3ൽ കൂടുതലാണ് എന്നറിയാം. അപ്പോൾ അതിനെ നമ്മൾ ഈ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒക്കർ ചെയ്തതായിട്ട് അറിയാം. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? എങ്കിൽ അതിന് ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് മീൻസ് എഫിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒക്കർ ചെയ്തു എഫിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് കാർഡ് ഡ്രോൺ ഈസ് ഈവൻ. കാർഡ് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് മോർ ദാൻ 3. 3യിൽ കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3യിൽ കൂടുതലാണ് എന്ന് പറയുന്ന ഇവൻ്റ് ഒക്കർ ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇ ഒക്കർ ചെയ്തിരിക്കുന്നു എങ്കിൽ കാർഡ് ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് മീൻസ് എഫിൻ്റെ പ്രോബബിലിറ്റി, അതാണ് പി ഓഫ് എഫ് ഗിവൺ ഇ. പി ഓഫ് എഫ് ഗിവൺ ഇയുടെ ഫോർമുല നമ്മൾ കണ്ടതാണ്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് ഇ. ആ 2 വാല്യൂസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4/10/7/10 ഇറ്റ് ഈസ് 4/7. ഇനി ഈ പ്രോബ്ലം നമുക്ക് ഫോർമുലയുടെ സഹായം ഇല്ലാതെയും ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എടുത്ത കാർഡ് 3യിൽ കൂടുതലാണ് എങ്കിൽ ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. എടുത്ത കാർഡ് 3യിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ ഒക്കർ ചെയ്തിരിക്കുന്നു എങ്കിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഈ ഒക്കർ ചെയ്തു എങ്കിൽ ഈവൻ നമ്പർ എഫിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ നമുക്കവിടെ സാമ്പിൾ സ്പേസ് ഫുൾ എടുക്കണ്ട. ഈ ഒക്കർ ചെയ്തല്ലോ, ഈ ഒക്കർ ചെയ്ത സ്ഥിതിക്ക് ഈ മാത്രം എടുത്താൽ മതി. അപ്പോൾ 7 എണ്ണമുണ്ട്. അതിൽ ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി, അതിനകത്ത് ഈവൻ നമ്പർ ഏതാ ഉള്ള? 4 6 8 10 4 എണ്ണമുള്ള. അപ്പോൾ 4/7. അങ്ങനെയും നമുക്ക് ഈ പ്രോബബിലിറ്റി പറയാൻ കഴിയും. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്ത ആ രീതിയിലല്ലേ, ആ ഡെഫിനിഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി പറയാൻ കഴിയും. അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്ത് കാണിച്ചത്.
കണ്ടീഷണൽ പ്രോബിലിറ്റി ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ രണ്ട് രീതിയിൽ പറ്റണമെന്നില്ല, ചില പ്രോബ്ലങ്ങളിൽ സാധിക്കും. അടുത്ത ചോദ്യം, എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്, ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്തു. ദ സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ്, ആ വന്ന നമ്പേഴ്സിൻ്റെ സമ്മ് 6 ആണ്. ദെൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാഡ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി, എന്താണ് പ്രോബിലിറ്റി? എന്തിൻ്റെ? നമ്പർ 4 അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. 4 എന്ന നമ്പർ അറ്റ്ലീസ്റ്റ് ഒരു തവണ എങ്കിലും വരാനുള്ള പ്രോബിലിറ്റി എന്ത്? ഈ കണ്ടീഷണൽ പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞതെന്താ? പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഒക്കർ ചെയ്തു ഇയുടെ പ്രോബിലിറ്റി എന്ന്. അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റി പ്രോബ്ലങ്ങളിൽ എപ്പോഴും ഒരു കാര്യം സംഭവിച്ചതായി പറഞ്ഞിരിക്കും. ദെൻ മറ്റൊരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി ചോദിക്കും. ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ എല്ലാ പ്രോബ്ലങ്ങളിലും ചെയ്യുന്ന രീതി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൈ ത്രോ ചെയ്തു 2 പ്രാവശ്യം, എന്നിട്ട് സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. ആ നമ്പേഴ്സിൻ്റെ സം 2 ഡൈ അല്ലേ ത്രോ ചെയ്യുന്ന, ആ 2 ഡൈയിലും കൂടെ വരുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് അത് 6 ആണ് എന്ന് കണ്ടു. അപ്പോൾ ഒരു ഇവൻറ്റ് സംഭവിച്ചിരിക്കുക. എന്താണ്? സം ഓഫ് ദ നമ്പേഴ്സ് 6 എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിച്ചിരിക്കുന്നു. ദെൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാഡ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്? എങ്കിൽ നമ്പർ 4 അറ്റ്ലീസ്റ്റ് വൺസ് വരാനുള്ള പ്രോബിലിറ്റി എന്തെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം സാമ്പിൾ സ്പേസ് എഴുതാം. ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു, ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു എന്ന് പറയുന്നതും 2 ഡൈസ് ഒരുമിച്ച് ത്രോ ചെയ്യുന്നു എന്ന് പറയുന്നതും ഒരേ എഫക്റ്റാണ്. അപ്പോൾ 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യുന്നു, എന്താണ് അതിൽ ഔട്ട്കംസ് വരാവുന്നത്? രണ്ടും 1 വരാം, 1 1 വരാം. ആദ്യത്തേത് 1, രണ്ടാമത്തെ 2 ആകാം, 1 2, അതുപോലെ 1 3 ആകാം, എക്സെട്ര 1 6. ഇതുപോലെ 2 1 2 2 എക്സെട്ര 2 6, 3 1 3 2 എക്സെട്ര 3 6, 4 1 4 2 എക്സെട്ര 4 6, 5 1 5 2 എക്സെട്ര 5 6, 6 1 6 2 എക്സെട്ര 6 6, 36 ഔട്ട്കംസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇനി ഇവിടെ ഒരു ഇവൻ്റ് നടന്നതായി പറയുന്നു. സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. ആ സം ഓഫ് ദ നമ്പേഴ്സ് 6 ആണ് എന്ന് കണ്ടു. അപ്പോൾ ഒരു ഇവൻറ്റ് നടന്നിരിക്കുകയാണ്. ആ ഇവൻറ്റിനെ നമുക്ക് എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ വിധ ഇവൻറ്റ് സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 6. ഇനി ചോദിച്ചിരിക്കുന്നതിൻ്റെ പ്രോബിലിറ്റിയാണ് നമ്പർ 4 ഹാഡ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. നമ്പർ 4 ഒരു പ്രാവശ്യമെങ്കിലും വരാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ നമ്പർ 4 അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ എന്ന് പറയുന്നത് ഈ ബി ദ ഇവൻറ്റ് സം ഓഫ് ദ നമ്പേഴ്സ് 6 ആൻഡ് എഫ് ബി ദ ഇവൻറ്റ് നമ്പർ 4 ഹാഡ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ ഇതിലേക്ക് നോക്കുക, സം 6 വരുന്ന ഏതൊക്കെ ഉണ്ടാവും? 1 1 1 2, അതിനകത്ത് 1 5 ഉണ്ടാവും. അടുത്ത റോയിൽ 2 4 ഉണ്ടാവും. അടുത്ത റോയിൽ 3 3 ഉണ്ട്. അടുത്ത റോയിൽ 4 2, അടുത്ത റോയിൽ 5 1. ഇത്രയുമാണ് സം 6 കിട്ടുന്ന ഇവൻറ്റുകൾ. അപ്പോൾ ഈയിൽ വരുന്നത് എന്തൊക്കെയാണ് നോക്കൂ. ഈയിൽ വരുന്നത് 1 5 2 4 3 3 4 2 5 1. ഇനി എഫ് എന്താണ്? എഫ് ബി ദ ഇവൻറ്റ് നമ്പർ 4 ഹാഡ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എഫ് വരണം. 2 ഡൈയിൽ ത്രോ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഒരു പ്രാവശ്യമെങ്കിലും 4 വരണം, അല്ലേ? 2 പ്രാവശ്യം ആയാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് വൺസ് ഒരു തവണയെങ്കിലും വരണം. അപ്പോൾ ഒരു തവണയാവാം, 2 തവണയാകാം. ആ ഇവൻറ്റിനെയാണ് നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ എഫിൽ എന്തൊക്കെ വരും? എഫിലേക്ക് നമ്മൾ നോക്കിയാൽ സാമ്പിൾ സ്പേസ് നോക്കിയിട്ട് പറഞ്ഞാൽ ഈ ആദ്യത്തെ റോയിൽ 1 4 വരും. കാരണം അവിടെ ഒരു തവണ 4 വരുന്നുണ്ട്. ബാക്കി എലമെൻറ്റുകളിലൊന്നും 4 വരുന്നില്ല. അടുത്ത റോയിൽ 2 4 വരും. അടുത്ത റോയിൽ 3 4 വരും. അടുത്ത റോയിലുള്ള എല്ലാ എലമെൻറ്റുകളും വരും, അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ 4 1 4 2 4 3 4 4 വരും. ഏറ്റവും കുറഞ്ഞത് ഒരു തവണ എന്താ? 2 തവണയുള്ളതും വരാമല്ലോ. 4 5 4 6. അടുത്ത റോയിൽ 5 4 മാത്രമേ വരൂ. അതിനടുത്ത റോയിൽ 6 4 മാത്രമേ വരൂ. അപ്പോൾ എഫിൽ വരുന്നത് ഇത്രയാണ്: 1 4 2 4 3 4, പിന്നെ 4 1 4 2 4 3 4 4 4 5 4 6, ദെൻ 5 4 5 6. ഇത്രയാണ് വരുന്നത്. ഇനി ഈ ഇൻ്റർസെക്ഷൻ എഫ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 4 4 2 മാത്രമാണ്. അപ്പോൾ ഇനി ഓരോന്നിനും പ്രോബിലിറ്റി എടുക്കാം. ടോട്ടൽ 36 അല്ലേ ഉള്ളത്. അതിൽ ഇയിൽ 5 ഉള്ളത്. അപ്പോൾ പി ഓഫ് ഇ 5/36. എഫിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കൂ. 11 എണ്ണം ഉണ്ട്. അപ്പോൾ പി ഓഫ് എഫ് 11/36. ഈ ഇൻ്റർസെക്ഷൻ എഫ് 2 എണ്ണമേ ഉള്ളൂ. അപ്പോൾ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് 2/36. ഒരിക്കൽ കൂടി നോക്കുക, എന്ത് പ്രോബിലിറ്റിയാണ് തന്നിരിക്കുന്നത്, എന്താണ് കാണേണ്ടത്. എന്താ തന്നിരിക്കുന്നത്? സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. സം ഓഫ് ദ നമ്പേഴ്സ് 6 ആണ്. Then what is the probability that number 4 had appeared at least once? അപ്പോൾ probability of number 4 appeared at least once, അതിനെ നമ്മൾ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്തത്. എന്താണ് ഗിവൺ? സം ഓഫ് ദി നമ്പേഴ്സ് ഈ 6, അത് ഈ എന്ന് ഡിനോട്ട് ചെയ്ത്. അപ്പോൾ പി ഓഫ് എഫ് ഗിവൺ ഡി ആണ് ചോദ്യം. അപ്പോൾ നോക്കൂ, എന്താണ് പ്രോബിലിറ്റി ഓഫ് നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ് ലീസ്റ്റ് വൺസ് ഗിവൺ സം ഓഫ് ദി നമ്പേഴ്സ് ഈ 6. ദാറ്റ് മീൻസ് പി ഓഫ് എഫ് ഗിവൺ ഇ.
P of F given E യുടെ ഫോർമുല P of E intersection F by P of V, that is 2 by 36 by 5 by 36, it is 2 by 5. അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഡൈ ആർ ത്രോൺ. അതിൽ എ പാർട്ട്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് എ സം ഗ്രേറ്റർ ദാൻ 9 given that black die resulted in 5. അപ്പോൾ നമ്മൾ 2 ഡൈസ് ത്രോ ചെയ്യുന്നതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ കണ്ടായിരുന്നു. 1 1 1 2 എക്സെട്ര 1 6 2 1 എക്സെട്ര 2 6 അങ്ങനെ 6 1 2 എക്സെട്ര 6 6. അത് 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡൈ 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വരിക. ഇവിടെ അത് തന്നെയാണ്, പക്ഷേ എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഡൈ എന്ന് പറഞ്ഞു. ഒരു ബ്ലാക്ക് ഡൈയും ഒരു വൈറ്റ് ഡൈയും ത്രോ ചെയ്യുന്നു. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം ഗ്രേറ്റർ ദാൻ 9, സം 9ൽ കൂടാനുള്ള പ്രോബിലിറ്റി given that black die resulted in 5. ബ്ലാക്ക് ഡൈയിൽ 5 ആണ് വന്നതെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ സമ്മ് 9ൽ കൂടാനുള്ള പ്രോബിലിറ്റി. നമുക്ക് ഈ സാമ്പിൾ സ്പേസ് ഒരു കാര്യം ചെയ്യാം. ബ്ലാക്ക് ഡൈ വൈറ്റ് ഡൈ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സാമ്പിൾ സ്പേസിൽ 2 ഡൈ ആകുമ്പോൾ 1 1 എക്സെട്ര 1 6 ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. നമ്മൾ പലതവണ കണ്ടതാണ്. പക്ഷേ ബ്ലാക്ക് ഡൈ ആൻഡ് വൈറ്റ് ഡൈ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഓരോ ഓർഡർ പെയറിലെയും ആദ്യത്തെ നമ്പർ ബ്ലാക്ക് ഡൈയും രണ്ടാമത്തെ നമ്പർ വൈറ്റ് ഡൈയിൽ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 2 എന്ന് എഴുതിയാൽ ബ്ലാക്ക് ഡൈയിൽ 1ഉം വൈറ്റ് ഡൈയിൽ 2. ശരിച്ച് 2 1 എന്ന് എഴുതിയാൽ ബ്ലാക്കിൽ 2ഉം വൈറ്റിൽ 1ഉം. ഈ രീതിയിൽ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻ ഈച്ച് ഓർഡേർഡ് പെയർ ഇസ് ദ നമ്പർ ഓൺ ബ്ലാക്ക് ഡൈ ആൻഡ് സെക്കൻഡ് നമ്പർ ഇസ് ദ നമ്പർ ഓൺ ദ വൈറ്റ് ഡൈ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് എ സം ഗ്രേറ്റർ ദാൻ 9. സം ഗ്രേറ്റർ ദാൻ 9 ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ സം ഗ്രേറ്റർ ദാൻ 9 എന്നുള്ളതിനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. given that black die resulted in 5, ബ്ലാക്ക് ഡൈയിൽ 5 ആണ് കിട്ടിയത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇവൻറ്റിനെ നമുക്ക് എഫ് എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഗെറ്റിംഗ് എ സം ഗ്രേറ്റർ ദാൻ 9 എന്നും ബ്ലാക്ക് ഡൈ റിസൾട്ടഡ് ഇൻ 5നെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരും? സം ഗ്രേറ്റർ ദാൻ 9 വരണം. സം ഗ്രേറ്റർ ദാൻ 9 വരണമെങ്കിൽ 1 1 എക്സെട്ര 1 6 നിന്ന് 2 1 എക്സെട്ര 2 6 അവിടെയെങ്കിലും ഒന്നും വരത്തില്ല. സം ഗ്രേറ്റർ ദാൻ 9 വരുന്ന ആദ്യത്തത് 4 6 ആണ്. പിന്നെ 5 5ഉം 5 6ഉം, തുടർന്ന് 6 4ഉം 6 5ഉം 6 6ഉം. 6 ഔട്ട്കംസുള്ള. ഇനി എഫ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഡൈ റിസൾട്ടഡ് ഇൻ 5. ബ്ലാക്ക് ഡൈ ഫസ്റ്റ് നമ്പറാണ് ബ്ലാക്ക് ഡൈയെ സൂചിപ്പിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് കമ്മിൽ 5 വരണം എന്നർത്ഥം. അപ്പോൾ എന്തൊക്കെ വരും? 5 1 വരും, 5 2 വരും, 5 3 വരും, 5 4 വരും, 5 5ഉം വരും. ഫസ്റ്റിൽ 5 വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബ്ലാക്ക് ഡൈ 5 വരണം, ഫസ്റ്റ് 5 വരണം. സെക്കൻഡ് എത്തും ആകാമല്ലോ, 5 ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 5 5 5 6 ഇത്രയാണ് എഫിൽ ഉള്ളത്. ഈ ഇൻ്റർസെക്ഷൻ എഫ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അത് പരിശോധിച്ചാൽ കാണാം 5 5ഉം 5 6ഉമാണ്. അപ്പോൾ ടോട്ടൽ 36 ഔട്ട്കംസ്. അതിൽ ഇക്ക് ഫേവറബിളായിട്ട് എത്ര ഔട്ട്കംസ് ഉണ്ടെന്ന് എണ്ണി നോക്കൂ. 6 എണ്ണമുണ്ട്. എഫിന് ഫേവറബിളായിട്ടോ അതും 6 എണ്ണം തന്നെയുണ്ട്. ഈ ഇൻ്റർസെക്ഷൻ എഫിന് ഫേവറബിളായിട്ട് 2 ഉള്ളൂ. അപ്പോൾ പി ഓഫ് ഇ 6 by 36, പി ഓഫ് എഫ് 6 by 36, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് 2 by 36. ചോദിച്ചിരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം ഗ്രേറ്റർ ദാൻ 9 given that black die resulted in 5. getting a sum greater than 9 നമ്മൾ ഇത് ഡിനോട്ട് ചെയ്തു. ബ്ലാക്ക് ഡൈ റിസൾട്ടഡ് ഇൻ 5നെ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ്, what is it? It is P of E intersection F by P of F, that means 2 by 36 by 6 by 36, 36 cancel ആവുന്നു. 2 by 6, that means 1 by 3 എന്ന് കിട്ടി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. എന്താണ് നോക്കിയേ? സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 8 കിട്ടാനുള്ള പ്രോബിലിറ്റി ഗിവൺ ദാറ്റ് വൈറ്റ് ഡൈ റിസൾട്ടഡ് ഇൻ എ നമ്പർ ലെസ് ദാൻ 4. വൈറ്റ് ഡൈയിൽ 4ൽ കുറഞ്ഞ നമ്പറാണ് വന്നത്. വൈറ്റ് ഡൈ രണ്ടാമത്തേതാണ്, അതിൽ 4ൽ കുറഞ്ഞതാണ് വന്നതെന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? 1 1 1 2 1 3 വരെ വരാം. 2 1 2 2 2 3 വരെ വരാം. 3 1 എക്സെട്ര 3 3 വരാം. അതേപോലെ നമുക്ക് ഇത് എഴുതിയിട്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്തു തരാം. അടുത്ത ചോദ്യം, fourth question, given that number appearing on throwing 2 dice are different, find the probability that probability of the event sum of the numbers is obtained is 4. എന്താണ്? നമ്പർ അപ്പിയറിംഗ് ഓൺ ത്രോയിങ് 2 dice ആർ ഡിഫറെൻറ്റ്. 2 ഡൈ ത്രോ ചെയ്തപ്പോൾ കിട്ടിയ നമ്പറുകൾ ഡിഫറൻ്റ് ആണ് എന്ന് തന്നിരിക്കുന്നു എങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് സം ഓഫ് നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ഈസ് 4. സമ്മ് 4 ആകാനുള്ള പ്രോബിലിറ്റി എന്തെന്നാണ് ചോദ്യം. അപ്പോൾ സാമ്പിൾ സ്പേസ് നമുക്ക് ഇതുപോലെ എഴുതാം. ടോട്ടൽ 36 ഔട്ട്കംസ് ഉണ്ടല്ലോ. ഇനി സം ഓഫ് ദ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ? നമ്പർ അപ്പിയറിംഗ് ഓൺ ത്രോയിങ് 2 dice ആർ ഡിഫറെൻറ്റ്. ഈ രണ്ടിലും വരുന്ന നമ്പറുകൾ ഡിഫറൻ്റ് ആണെന്ന്. അപ്പോൾ ഈ ബി ദ ഇവൻറ്റ് നമ്പർ അപ്പിയറിംഗ് ഓൺ 2 dice ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഈ എന്തൊക്കെ വരും?
രണ്ട് ഡേയിലും കിട്ടുന്ന നമ്പർ ഡിഫറൻ്റ് ആയിരിക്കണമെന്ന്. ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും രണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് 1 വരാൻ കഴിയില്ല, 2 വരത്തില്ല, 3 വരത്തില്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല. ഇത്രയാണ് സംഭവിക്കുന്നത് അല്ലേ. നമ്പർ അപ്പിയറിങ് ഡിഫറൻ്റ് ആവണം. കാരണം 1 എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് അല്ല. ആ രണ്ട് നമ്പറിലും കിട്ടുന്നത് നമ്പേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞെണ്ണമാണ്. അത് 30 എണ്ണമുണ്ട്. He contains all the elements of S except 1 1 2 2 3 3 4 4 5 5 6 6. കാരണം ഡൈ രണ്ട് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ N of E 30. ഇനി ഈ എഫ് കൂടെ എഴുതണ്ടേ. എഫ് ബി ഇവൻ്റ് സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 6. സം 4 ആവുന്ന ഇവൻ്റിന് എഫ്. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? 1 3 വരും, 2 2 വരും, 3 1 വരും. ഇനി ഈ ഇൻ്റർസെക്ഷൻ കൂടെ കാണുക. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അത് 1 3 3 1 മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. 1 3 3 1. അപ്പോൾ രണ്ടെണ്ണമുണ്ട്. അപ്പോൾ പി ഓഫ് ഇ 30/36, പി ഓഫ് എഫ് 3/36, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് 2/36. ഇനി വീണ്ടും ചോദ്യത്തിലേക്ക് നോക്കൂ. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് അല്ലേ, നമ്പർ അപ്പിയറിംഗ് ഓൺ ത്രോയിങ് 2 ഡേയ്സ് ആർ ഡിഫറെൻറ്റ്. ആ രണ്ട് ഡേയിലും കിട്ടിയ നമ്പർ ഡിഫറെൻ്റ് ആണ് എന്നറിയാം. ദാറ്റ് മീൻസ് ഈ ഒക്കർ ചെയ്തതായിട്ട് അറിയാം. എങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദി ഇവൻ്റ് സം ഓഫ് ദ നമ്പേഴ്സ് ഒബ്റ്റെയിൻ ഫോർ. സം 4 ആകാനുള്ള പ്രോബിലിറ്റി മീൻസ് എഫിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 4 ഗിവൻ ദാറ്റ് നമ്പർ അപ്പിയറിംഗ് ഓൺ 2 ഡേയ്സ് ആർ ഡിഫറൻസ്. ഫോർ കിട്ടാനുള്ള പ്രോബിലിറ്റി ദാറ്റ് മീൻസ് എഫിൻ്റെ പ്രോബിലിറ്റി. നമ്പർ അപ്പിയറിംഗ് ഡിഫറൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇ ഈസ് ഗിവൺ. പി ഓഫ് എഫ് ഗിവൺ ഇ. ഇറ്റ് ഈസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ബൈ പി ഓഫ് ഇ. ഇറ്റ് ഈസ് 2/36 ബൈ എന്ത് കിട്ടും? 3/36 30/36. ദാറ്റ് ഈസ് 2/30. ദാറ്റ് മീൻസ് 1/15 എന്ന് കിട്ടും. അഞ്ചാമത്തെ ചോദ്യം. അസ്യൂമിങ് ദാറ്റ് ഈച്ച് ബോൺ ചൈൽഡ് ഈസ് ഈക്വലി ലൈക്ലി മീൻസ് ഈക്വൽ പ്രോബബിലിറ്റി എന്നർത്ഥം to be a boy or a girl. If a family has 2 children, what is the probability that both are girls given that youngest is a girl? അപ്പോൾ each born child is equally likely to be a boy or a girl. boy ആകാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ ഫാമിലി ഹാസ് 2 children, 2 children ഉള്ളൊരു ഫാമിലിയിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഗേൾസ്, രണ്ടും ഗേൾ ആവാനുള്ള പ്രോബിലിറ്റി എത്ര? ഗിവൻ ദാറ്റ് യങ്ങസ്റ്റ് ഈസ് എ ഗേൾ, യങ്ങസ്റ്റ് പ്രായം കുറഞ്ഞ കുട്ടി, ഇളയ കുട്ടി ഗേളാണെന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സാമ്പിൾ സ്പേസ്. രണ്ട് കുട്ടികളുള്ളതാണ്. 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ രണ്ടും ബോയ് ആവാം. ബോയ് ബി എന്ന് വരാം. ഫസ്റ്റ് ബോയ് ആൻഡ് സെക്കൻഡ് ഗേൾ വരാം, ബി ജി വരാം. തിരിച്ച് ഫസ്റ്റ് ഗേൾ സെക്കൻഡ് ബോയ് ആവും, ജി ബി വരാം. രണ്ടും ഗേളാവാൻ ജി ജി വരാം. ഇത്രയാണ് പോസിബിലിറ്റി. ഇനി ചോദിച്ചിരിക്കുന്നത് ബോത്ത് ആർ ഗേൾസ് ഗിവൻ ദാറ്റ് യങ്ങസ്റ്റ് ഈസ് എ ഗേൾ, രണ്ടും ഗേൾസ് ആണ് ഉള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. യങ്ങസ്റ്റ് ഗേൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇ വിത്ത് ഇവൻ്റ് ബോത്ത് ചിൽഡ്രൻ ആർ ഗേൾസ് ആൻഡ് എഫ് ബി ദി ഇവൻ്റ് യങ്ങസ്റ്റ് ഈസ് എ ഗേൾ. ബോത്ത് ചിൽഡ്രൻ ആർ ഗേൾസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഔട്ട്കം മാത്രമേ ഉള്ളൂ, ജി ജി. അപ്പോൾ ഈ ഒരെണ്ണമേ ഉള്ളൂ, ജി ജി. ഇനി യങ്ങസ്റ്റ് ഈസ് എ ഗേൾ എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് ഗേൾ ആവണം. അപ്പോൾ അത് ബി ജിയുമുണ്ട്, ജി ജിയുമുണ്ട്. ഇനി ഈ ഇൻ്റർസെക്ഷൻ എഫ് എടുത്താൽ ജി ജി. ഇനി അത് വെച്ച് നോക്കാം. വാട്ട് ഇസ് പി ഓഫ് ഇ? ആകെ 4 കേസല്ലേ ഉള്ള. ബി ജി, ബി 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 ജി, ജി ബി ജി ജി. അതിൽ ഒരെണ്ണമാണ് ഈക്ക് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് ഇ 1/4. എഫിന് അനുകൂലമായിട്ടുള്ള 2 എണ്ണമാണ്. പി ഓഫ് എഫ് 2/4. ഈ ഇൻ്റർസെക്ഷൻ എഫിൽ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് 1/4. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ഗേൾസ് ഗിവൻ ദാറ്റ് യങ്ങസ്റ്റ് ഈസ് എ ഗേൾ. രണ്ടും ഗേളാവാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് മീൻസ് ഇയുടെ പ്രോബിലിറ്റി. ഗിവൻ ദാറ്റ് യങ്ങസ്റ്റ് ഗേൾ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് ഇ ഗിവൺ എഫ് ഇറ്റ് ഈസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ്. ഇറ്റ് ഈസ് 1/4 ബൈ 2/4. ഇറ്റ് ഈസ് 1/2. അപ്പോൾ 5 പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് മാത്രമേ ഇതിൻ്റെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് പോകാനും മാർക്ക് വാങ്ങാനും കഴിയുന്ന ചാപ്റ്ററാണ്. ഈ നല്ലതുപോലെ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതുക. സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഓക്കെ.